നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി, പാർവതി സർ, ഏട്ടാ, പാർവതി, എങ്ങനെയാ ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ആരാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്? ഞാനാ സാർ. പക്ഷേ പൊട്ടിത്തെറിക്കാൻ മാത്രം അടുപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാ. വിറക് പെട്ടെന്ന് കത്താൻ വേണ്ടി വല്ല മണ്ണെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിരുന്നോ? ഇല്ല മാഡം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലുണ്ടാവില്ലേ? ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എടി, നീയല്ലേ പറഞ്ഞത് പാർവതി ബോംബ് പൊട്ടി മരിക്കുമെന്ന്? എന്നിട്ട് അവള് ചത്തില്ലല്ലോ. ഒരാളെ കൊല്ലാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു ആ ബോംബ്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇത്തവണ ഉദയനൂരമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടി അവളെ രക്ഷിച്ചതായിരിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി പോയി. ഇനി ഏതായാലും ഇവിടെ പാചകം വേണ്ട മാഡം. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്താം. ഏയ്, അതൊന്നും വേണ്ട. ഏതായാലും വലിയ അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. ഭക്ഷണം നമുക്കിവിടെ തന്നെ പാചകം ചെയ്യാം. നിങ്ങളെല്ലാവരും വിശന്നിരിക്കുവാണെന്ന് എനിക്കറിയാം. ബിരിയാണി പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഒന്ന് കൂടിയാ മതി. എല്ലാവരും ഒന്ന് വന്നേ. ദേ, ഇപ്പൊ ഉണ്ടായ വിഷമം നമുക്കങ്ങ് മാറ്റിയെടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.